ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നിൽക്കുന്നത് ബോണ്ട അയ്യപ്പ ടെമ്പിളിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് അയ്യപ്പ ടെമ്പിളിലാണ്. ബോണ്ടയിലുള്ള അയ്യപ്പൻ ടെമ്പിളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അല്ലു ശ്രീകൃഷ്ണൻ്റെ വേഷമൊക്കെ ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് പിള്ളേർ കുറവായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് ഉറി കെട്ടി വെച്ചിട്ടുണ്ട്. ഉറിയടി മത്സരങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറേ കൃഷ്ണന്മാർ വന്നു. അതിൻ്റെ കൂടെ ഒരു രാധയെ വന്നുള്ളൂ. ഈ രാധകളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ, സമയം കിടക്കുന്നു. അപ്പോൾ പിള്ളേരൊക്കെ വന്നു, എല്ലാവരും കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ ഇതിൽ കിടന്ന് നല്ലതായിട്ട് അല്ലുവൊക്കെ ശരിക്ക് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. കാരണം കുട്ടികൾ രാധയും കൃഷ്ണനായിട്ടൊക്കെ വേഷപ്പകർച്ചയിൽ വരുമ്പോൾ അത് വളരെ വർണ്ണാഭമായ കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ എത്രയോ കൃഷ്ണനും രാധയൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊരു രസമാണ് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കോല് കളിക്കാനും കുഞ്ഞു കൃഷ്ണനെ വരെ നമ്മൾ കണ്ടിരിക്കുകയാണ് കണ്ടോ. അവരിങ്ങനെ അടിക്കാനും അതൊക്കെ ഒരു രസമാണ്. പിള്ളേർക്കൊക്കെ വളരെ രസമാണ്. അല്ലുവിനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അത്രയും പിള്ളേരെ കളിക്കാൻ കിട്ടിയതും അവരോട് രാധാകൃഷ്ണൻ കളിക്കാനും ഒക്കെ വളരെ സന്തോഷമായ കാര്യമായിരുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം വലിയവർക്കും ആസ്വദിക്കാൻ പറ്റും, എല്ലാവരും ഒന്ന് കാണാനും എടുക്കാനും ഒരു ദിവസം എല്ലാവരും ഒന്ന് ഒത്തുചേരാനും ഒക്കെ പറ്റിയ സമയമാണ്. അപ്പം ഇതൊക്കെയാണ് ആ കുട്ടികളുടെ കാര്യങ്ങൾ, കോലുകളിയും ഒക്കെയാണ്. അപ്പം ഇതാണ് നമ്മുടെ ബോണ്ടയിലെ സാരംഗി കലാക്ഷേത്രത്തിലെ തിരുവാതിര കളി. ദീപം തെളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ തിരുവാതിരയുടെ തുടക്കം കുറിക്കാനായിട്ട് നമ്മൾ ദീപം കൊടുക്കുന്ന സമയമാണിപ്പം. അപ്പോൾ ദീപം തെളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പം ആ കലാപരിപാടിയിലേക്ക് നമുക്ക്
ഒരു വർണ്ണാഭമാക്കി മാറ്റിയത് ഇവിടെ വന്ന കുഞ്ഞു രാധാകൃഷ്ണനും രാധയും കൃഷ്ണന്മാരുമായി വന്ന് കുഞ്ഞുങ്ങളും അതിനോടൊന്നിച്ച് കലാകാരികളായി വന്ന ഇവിടെ ബോണ്ടയിലെയും കൊറിയത്തെയും കലാകാരികളും അവരെ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും അവരെ അനുമോദിക്കേണ്ടതാണ്. കാരണം അത്രയും നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തിരുവാതിരയും കോലുകളിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ അവർ അത്രയും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിതൊന്നും ആസ്വദിക്കാനാണ് അത്രയും നമുക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. അപ്പോൾ തിരുവാതിര കളിയും കോൽക്കളിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോകുന്ന സമയമാണ്. അപ്പം നല്ല തിരക്കായി. അപ്പോൾ ആൾക്കാരെല്ലാം ഇപ്പോൾ വെളിയിലാണെങ്കിൽ നല്ല മഴയും ചാറുന്നുണ്ട്, നല്ല മഴയാണ്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ഹാളിനകത്തോട്ട് കയറിക്കൊണ്ടാണ് ധൃതി വന്നത്, തിരക്കായത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫുഡ് മേടിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കാനും പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞു രാധകളോടും കൃഷ്ണൻ്റെയോടും ഒക്കെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.